നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അയ്യോ, ഇവർക്കെന്താ പറ്റിയേ? ഇവരെന്താ ഇങ്ങനെയായ? അപ്പോ ഗംഗയെ രക്ഷപ്പെട്ടു കാണും. അവിടെ കണ്ണിപ്പെടാതെ മാറി നിന്നതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ലല്ലോ. എഴുന്നേക്കടോ, ഇവിടെ എന്താ സംഭവിച്ചെന്ന് പറ. നിനക്കുള്ള ശിക്ഷ ഈശ്വരൻ തന്നെ തന്നു ശ്രേയെ. അവക്കത് വേണം ഗംഗേ. എന്നാലും ചേച്ചി, എനിക്കെന്തോ ശ്രേയച്ച് ബോധം കെട്ട് കിടക്കുന്നു അറിഞ്ഞപ്പോ സങ്കടം തോന്നി. നീ ഇങ്ങനെ പാവം ആവല്ലേ ഗംഗേ. സത്യത്തിൽ അവള് മരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുക വേണ്ടത്. അങ്ങനെയൊന്നും പറയാതെ ചേച്ചി, എന്തൊക്കെയായാലും നമ്മുടെ വീട്ടിലൊരംഗമല്ലേ. ആ പരിഗണന ശ്രേയ നിനക്ക് തരുന്നുണ്ടോ? ഇല്ലല്ലോ. എത്ര തവണ നിന്നെ കൊല്ലാൻ അവൾ ആളെ വിട്ടു. എത്രയോ വട്ടം അവള് നേരിട്ട് നിന്നെ കൊല്ലാൻ ശ്രമിച്ചു. പിന്നെ ഇപ്പൊ നീ എന്തിനാ ഗംഗയെ വിഷമിക്കുന്നേ? സത്യത്തിൽ ശ്രേയയുടെ അവസ്ഥയിൽ എനിക്ക് സന്തോഷ. ശ്രേയച്ചയ്ക്ക് ഒന്നും സംഭവിക്കില്ലായിരിക്കും അല്ലേ ചേച്ചി? എന്ത് സംഭവിക്കാൻ, ബോധം പോയെന്നേ ഉള്ളൂ. അല്ലാതെ അവള് മരിക്കൊന്നും ചെയ്യില്ല. അല്ലെങ്കിലും അവക്കങ്ങനെ എളുപ്പത്തിലുള്ള ഒരു മരണമൊന്നും കിട്ടില്ല. അത്രയ്ക്ക് പാപങ്ങൾ ചെയ്തിട്ടുള്ളവളാ. നന്നായി അനുഭവിച്ചിട്ടേ ഈ ഭൂമി വിട്ടു പോവും. നിന്നെ ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നവരെ സ്നേഹിച്ച് കൂടെ നിർത്തല്ല വേണ്ടത്. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക തന്നെ വേണം ഗംഗേ. ഇതൊക്കെ നീ എന്നാ പഠിക്കുന്നേ? എത്രയൊക്കെ ദ്രോഹിച്ചാലും ഞാൻ ശ്രേയച്ചയും എന്റെ ചേച്ചിയായിട്ടാ കാണുന്നേ. ഒരിക്കൽ ചെയ്തു കൂട്ടിയ തെറ്റുകൾ മനസ്സിലാക്കി ശ്രേയച്ച് മാറുന്ന തന്നെയാ എന്റെ വിശ്വാസം. എനിക്ക് ആ വിശ്വാസം തീരെയില്ല. അങ്ങനെ മനസ്സ് മാറുന്നതൊക്കെ മനുഷ്യർക്ക്. ശ്രേയെ മനുഷ്യഗണത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ആളല്ല. ഏതായാലും ഈ ഷോക്ക് ഏറ്റതിന്റെ പേരിൽ അവള് മരിക്കില്ല, അതുറപ്പാ. ഇത് അവള് ചെയ്യുന്ന ക്രൂരതകൾക്കുള്ള ചെറിയ ശിക്ഷ മാത്രം. വലിയ വലിയ ശിക്ഷകൾ പിന്നാലെ വരും. നീ അതൊക്കെ മനസ്സിൽ നിന്ന് കള. എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്താ ചേച്ചി? നാളെ മാളുവിന്റെ പിറന്നാളാ. ആണോ? അതെ. മഹിയേട്ടനും മാളുവും ആ ദിവസം മറന്നുപോയെന്നാ തോന്നുന്നത്. നീ വേണം അവരെ അത് ഓർമ്മിപ്പിക്കാൻ. മാളുവിന്റെ പിറന്നാള് നമുക്ക് ഭംഗിയായിട്ട് ആഘോഷിക്കാൻ ചേച്ചി. ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും നീ എന്റെ മോളെ ക്ഷേത്രത്തിലൊന്ന് കൊണ്ടുപോണം ഗംഗെ. അവക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഉറപ്പായിട്ടും കൊണ്ടുപോവാൻ ചേച്ചി. ചേച്ചി വിഷമിക്കണ്ട. ചേച്ചിയുടെ സ്ഥാനത്തുനിന്ന് അവൾക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തോളാം. മാളുവിന് നല്ല പിറന്നാൾ സദ്യ ഒരുക്കി കൊടുക്കാം. എന്റെ മാളുവിന് നീ ഒരു കുറവും വരുത്തില്ലെന്ന് എനിക്കറിയാം. എന്നേക്കാൾ ഭംഗിയായി നീ അവൾക്ക് വേണ്ടി എല്ലാം ചെയ്യും. അവള് നമ്മുടെ മോളല്ല ചേച്ചി. ഈ ദിവസം ഞാൻ മുൻകൂട്ടി കണ്ടില്ലല്ലോ എന്നതാ എന്റെ സങ്കടം. അത് നിന്റെ കുഴപ്പമല്ലല്ലോ. പിന്നെ നീ അറിയേണ്ട സമയത്ത് കാര്യങ്ങൾ നിന്നെ അറിയിക്കാൻ ഞാൻ നിനക്കൊപ്പം ഉണ്ട് ഗംഗെ. നാളെ നമുക്ക് മാളുവിന് സർപ്രൈസ് ആയിട്ട് പിറന്നാൾ ആശംസകൾ പറയാം. മാളുവിനത് വലിയ സന്തോഷാവും. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങളായിരുന്നു അത്. എനിക്കതൊക്കെ എന്നേക്കുമായി നഷ്ടമായി. ചേച്ചിയുടെ ആഗ്രഹങ്ങളെല്ലാം എന്നിലൂടെ സാധിക്കാമല്ലോ. പിന്നെന്തിനാ വിഷമിക്കുന്നത്? അതെ, ഞാൻ സന്തോഷിക്കേണ്ട സമയം തന്നെയാ. എനിക്ക് എന്റെ കുഞ്ഞിനെ തൊടാൻ സാധിക്കില്ലെങ്കിലും കാണാനെങ്കിലും പറ്റുന്നുണ്ടല്ലോ, അത് മതി. പോകെ പോകെ ഞാൻ ചിന്തിച്ചു തുടങ്ങി, എന്റെ കുഞ്ഞ്, ആ കുഞ്ഞ് എന്ത് തെറ്റ് ചെയ്തിട്ടാ ഞാൻ അതിനെ വെറുക്കുന്നതെന്ന്. പതിയെ ഞാൻ എന്റെ കുഞ്ഞിനെ സ്നേഹിച്ചു തുടങ്ങി. എന്റെ കുഞ്ഞിനോടുള്ള സ്നേഹം രാജിയിലേക്ക് പടർന്നു തുടങ്ങി.
അപ്പോഴാ ഞാൻ മനസ്സിലാക്കിയത് സ്നേഹം എന്താണെന്നും അത് കിട്ടാനും നിലനിൽക്കാനും എങ്ങനെയും മാറി തുടങ്ങണമെന്നും. ഞാൻ മാറി. എനിക്കിപ്പോ നല്ല സമാധാനമുണ്ട്. സമാധാനത്തോടെ ചിന്തിക്കാം, പ്രവർത്തിക്കാം, ഉറങ്ങാം. ഇതൊക്കെയല്ലേ ജീവിതത്തിൽ വേണ്ടത്. അല്ലാതെ കുറെ പണം കണ്ട് കണ്ണ് മഞ്ഞളിച്ചിട്ട് എന്താ കാര്യം? എന്ത് നേട്ടം? പണം ഉണ്ടെങ്കിലേ എന്ത് നേടാൻ രാഹുലേ? നീയും മഹിയുടെ സ്വർണം മുഴുവൻ മോഷ്ടിച്ചോനല്ലേ? അതെ, മോഷ്ടിച്ചു. പക്ഷേ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയോ? ഇല്ലല്ലോ. ആന്റി പറഞ്ഞതുപോലെ പണം കൊണ്ട് നേടാം. അത് പക്ഷേ സ്വന്തം അധ്വാനത്തിൽ നിന്നുള്ള പണം കൊണ്ടാവണം, അല്ലാതെ മറ്റുള്ളവരുടെ പണം കൊണ്ടാവരുത്. ഞാനീ പറയുന്നത് ഉപദേശമായിട്ടൊന്നും ആന്റി കണക്കാക്കണ്ട. പക്ഷെ ഇതൊരു അവസരമാണ് ആന്റിക്ക് നന്നാവാൻ. ഇനിയെങ്കിലും നന്നാവാൻ ശ്രമിക്കേ. നന്നാവണോ വേണ്ടോ എന്നേ ഞാൻ തീരുമാനിച്ചോളാം. മക്കള് ചെന്ന് ഫംഗ്ഷൻ അറേഞ്ച് ചെയ്യ. ശരി. അല്ല, ശ്രേയ എവിടെ? എന്തിനാ? അവളെയും കൂടി ഉപദേശിച്ച് നന്നാക്കാനാണോ? ചോദിച്ചേ ഉള്ളൂ. ശരി, ഞാൻ പോവാ. ചെല്ല്. എനിക്കിത് എന്തിന്റെ കേടാ? ഒരു കാര്യമില്ലാതെ പോയവനെ പിടിച്ചു നിർത്തി ഉപദേശം കേൾക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഹാ, പോട്ടെ. അല്ല, ശ്രേയ പോയ കാര്യം എന്തായി കാണും? ഇത് മാളൂന് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കണം. ഒരു മൂർത്തിയെ ആവാഹിച്ച പാവയാണിത്. ഇതിൽ നിന്നും ദുർമൂർത്തി മാളൂവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതൊക്കെ നടക്കുമോ? നടക്കും. അതിനു വേണ്ടതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ദുർമൂർത്തി മാളൂവിന്റെ ശരീരത്തിൽ കയറിയാൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ദുർമൂർത്തി മാളൂവിനെ നിയന്ത്രിക്കും. പിന്നെ കൈലാസത്തിൽ നടക്കാൻ പോകുന്നത് പൂരമായിരിക്കും. സൂക്ഷിക്കണം. അതിന് ശ്രദ്ധിച്ചോളാം. ഈ പാവയിലൂടെ തന്നെ നമ്മൾ മാളുവിനോട് പകരം വീട്ടും. ഗംഗയും മാളും ഇതോടെ അവസാനിക്കും. ഗൗരിയുടെ കൂട്ടുപിടിച്ച് ഗംഗ നമ്മളോട് ചെയ്തതിനൊക്കെ ഞാൻ പകരം വീട്ടിയിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.